രാവിലെ നോക്കിയപ്പോഴത്തേനും ഭയങ്കര ശബ്ദമായിരുന്നു പുറത്ത്. ആരുടെ? കിളികളുടെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ ഞാനും പുറത്ത് വന്നപ്പോഴത്തേനും വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു മരമുണ്ട്. അപ്പോൾ അതിൽ നിറയെ കായ്കളുണ്ട്, പഴുത്ത് നിൽക്കുന്ന കായ്കളാണ്. അപ്പോൾ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് ഗസ് ചെയ്യുക. സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും, നാട്ടിൻപുറത്ത് താമസിക്കുന്നവർക്ക്. ഇപ്പം സിറ്റിയിലുമൊക്കെ ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഇത് കിട്ടാറുണ്ട്. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന കിളികളായിരുന്നു. അപ്പം ഞാനിങ്ങ് പുറത്തെത്തിയതും അതെല്ലാം പറന്നോടി. രാത്രി ആയാൽ പിന്നെ വവ്വാലിൻ്റെ ശല്യമാണ്. നമുക്ക് പിന്നെ അത് ഒരെണ്ണം പോലും കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഇത് നിറയെ കായ് വന്നതാണ്, ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയില്ല. ഇത് വിളഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പറിച്ച് ഒരു കവറിലോ എന്തെങ്കിലും കെട്ടി വീട്ടിനകത്ത് വെച്ചിരുന്നാൽ നമുക്കത് പഴുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ഏതാണോ വിളഞ്ഞതെന്ന് നമുക്കറിയാനൊരു കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഇത് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് അടർത്തിയെടുക്കാനും പ്രയാസമാണ്. നമ്മൾ അടർത്തെടുക്കുമ്പോൾ വന്ന് തറയിൽ വീഴാതെ അടർത്തെടുത്താൽ നമുക്ക് കുഴപ്പമില്ല. തറയിൽ വീണ് കഴിഞ്ഞാൽ അതിലൊരു ഇതിൻ്റെ സ്കിന്നൊക്കെ അങ്ങ് പൊട്ടിയിട്ട് ഒരു വല്ലാത്തൊരു കളർ വ്യത്യാസവും പിന്നെ പെട്ടെന്ന് അത് ഇല്ലാതായി അങ്ങ് പോകും. അപ്പോൾ ഇതിൽ മരത്തിൽ നിന്നിട്ട് തന്നെ പഴുത്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കത് അറിയാനും പറ്റില്ല. കാരണം നാളെ അടത്തെടുക്കാമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് നമ്മളത് ഉപേക്ഷിച്ചിട്ടിഞ്ഞ് പോരുകയാണെങ്കിൽ പിറ്റേന്ന് ചെല്ലുമ്പം എല്ലാം വവ്വാല് കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പഴുത്ത് മൂട്ടിൽ വീണ ചിന്നിച്ചെതറിയൊക്കെ അങ്ങ് ഒരെണ്ണം പോലും നമുക്ക് കിട്ടാറില്ല. അപ്പം നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ റോഡ് സൈഡിലായിട്ട് ചേർന്ന് നിൽക്കുന്ന മരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സാധാരണ നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ ഈ റോഡിൻ്റെ പൊടികളൊക്കെ അടിച്ചിട്ട് പൂക്കളിലായാലും ചെടികളിൽ പൂക്കുന്ന ചെടികളിൽ നിറയെ പൂക്കളുണ്ടാവും, മരങ്ങളിൽ നിറയെ കായ്കളുണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സത്യം തന്നെയാണ്. ഇത് റോഡ് സൈഡിൽ നിൽക്കണതുകൊണ്ട് നിറയെ പൊടിയൊക്കെ അടിച്ചിട്ട് ഇപ്പം മഴയില്ലേ, അതിന് മുന്നേ ഉള്ള സമയത്ത് നിറയെ കായൊക്കെ പിടിച്ചതായിരുന്നു. ഇപ്പോൾ കായൊക്കെ പിടിച്ചൊരു അതൊരു സൈസൊന്നായി വന്നപ്പോഴത്തേനാണ് പിന്നെ മഴയായത്. ഇല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞൊക്കെ പൂവൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പം കുഴപ്പമില്ലാത്ത നല്ല ക്ലൈമറ്റിൽ കിട്ടിയ കായാണ്. ഇത് ഏതാണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് അതിൻ്റെ കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ മിസ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തിലെ കാഴ്ചകളും നാട്ടിൻപുറത്തിലെ ഇതുപോലെ കിട്ടുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. അത് പിന്നെ പ്രകൃതി ഭംഗി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ തന്നെ ബന്ധുക്കളൊക്കെ അങ്ങ് പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ, പിന്നെ പരിചയക്കാർ, ഇതൊന്നും അല്ലാതെ എത്രയോ ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടാവുമല്ലേ. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോസൊക്കെ. ഓക്കെ, ബൈ.